മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ വ്യക്തിയാണ് പത്തനാപുരം പുനലൂർ സ്വദേശി വിജയൻ. ഇങ്ങനെ ഈ വാഴക്കുലകൾ വെട്ടിനശിപ്പിക്കാനുള്ള കാരണം അദ്ദേഹം പറയും. എന്താ കേട്ടോ സംഭവം? വെള്ളം തന്നെ ഏറ്റവും വലിയ വിഷയം. വെള്ളമില്ല, അതുകൊണ്ട് വാഴ വെയിലിൻ്റെ ചൂട് കാരണം വാഴയെല്ലാം ഒടിഞ്ഞു വീഴാണ്ട് ഈ കിടക്കുന്നേക്കണ്ടില്ലേ. ഒരു 10-200 വാഴ പുറത്ത് കൊല ഇതിനെക്കാട്ടും വലിയ കൊലയുള്ള വാഴ വരെ ഒടിഞ്ഞു വീഴുമോ. ഇപ്പോൾ ഇവിടുത്തെ കന്നാലികൾ വളർത്തുന്നവരെ കൂടുതൽ കൊണ്ടുപോകുന്നത്. ഞാൻ അവരോട് പറഞ്ഞു വെട്ടിക്കൊണ്ട്. സാധാരണ ഇപ്പം തന്നെ ഒരു 5 കിലോയ്ക്ക് അടുത്ത് തൂക്കം തോന്നുന്നുണ്ട്. ഇതൊന്ന് നല്ല പാകമായിരുന്നെങ്കിൽ എത്ര രൂപയുടെ ഉണ്ടാവും? ഒരു 10 കിലോ പുറത്ത് എങ്ങനെ വിലയും വരും. 10 കിലോ പുറത്ത് ഇപ്പോൾ തന്നെ 55-60 രൂപ അടുപ്പിച്ച് 40 മേലോട്ട് കിലോ കണക്കിന് വിപണി വിലയുണ്ട്. ഈ കടുത്ത വേനലാണ് അല്ലേ പ്രശ്നമായത്? കടുത്ത വേനൽ വെച്ചാൽ വെള്ളമില്ല. വെള്ളമാണ് മെയിൻ വിഷയം. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടില്ലേ, അതായത് ഈ വാഴ ഒടിഞ്ഞു വീഴാതിരിക്കുക, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വാഴക്കൊലയാണ്. ഒടിഞ്ഞു വീഴാതിരിക്കാൻ ഈ 2 മുള ചേർത്ത് കെട്ടി ഒരു ഒത കൊടുത്തിരിക്കുക അല്ലേ? ഒത കൊടുത്തേക്കോ. ഇതാണ് അവസ്ഥ. മേളിലോട്ടിട്ട് ഒത കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെങ്ങ് അടന്ന് വീഴുവോ. വെള്ളത്തിൻ്റെ വെള്ളമില്ലാത്തതിന് വരും. അതുകൊണ്ട് ഞാനിപ്പോൾ താത്ത് വെച്ചേ പിണ്ടി താങ്ങ് കൊടുത്തേക്കുന്ന കാര്യം അതാ. അങ്ങനെ മേളി ഒത കൊടുത്ത ആ ഒരു വാഴയില്ല ഒടിഞ്ഞ് കിടക്കുന്നത്. ഇപ്പം ഇതെല്ലാം കൂടി ചെയ്തിട്ട് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായി കാണും? എനിക്കിപ്പം നഷ്ടം പറഞ്ഞാൽ നല്ല പൈസ നഷ്ടമുണ്ട്. അതിപ്പോൾ നമ്മൾ തന്നെ സ്വയം സഹിക്കാന്നുള്ളതാതെ വേറെ ഒരു മാർഗ്ഗമില്ല. സർക്കാരോ മറ്റുള്ള സഹായമോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ പോക്ക് മൊത്തം. അങ്ങനെ നമുക്ക് ഡെയിലി നമുക്ക് നഷ്ടം ഡെയിലി നഷ്ടമാണ്. കാരണം വെച്ചാൽ ഒരു വാഴ നട്ട് വളർത്തി എടുക്കണമെങ്കിൽ എങ്ങനെ വരും ഒരു 10-500 ഏറ്റവും കുറഞ്ഞ ഒരു വാഴയ്ക്ക് തന്നെ ആവും. ആ 500 രൂപയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൽ ഡെയിലി നമുക്ക് ചിലവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കും. വരുമാനമായിട്ടൊന്നുമില്ല, എല്ലാം ചിലവാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക കൃഷി ഇവിടുത്തെ. കാരണം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത സൈറ്റിലേക്ക് മാറ്റി. ഇവിടെ ഇപ്പോൾ എൻ്റെ 100-300 വാഴയോളം വീണിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം വീഴാൻ നിൽക്കുക. കണ്ടില്ലേ, എല്ലാം വീണോണ്ടിരിക്കുന്നത് തന്നെ കണ്ടില്ലേ. ഇത് തന്നെ സംഭവം. ഈ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസത്തോടെ വരുമ്പോഴത്തേക്കും അതിവേനലായിരിക്കും എന്നാണ് പറയുന്നത്. വേനൽ നമ്മൾ വാർത്തയെ കാണുമ്പോൾ നമ്മൾ ഞെട്ടോ. ഇവിടെ അയ്യത്ത് വരുമ്പോൾ നമ്മൾ കരയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളുടെ സത്യമായ സാറിൻ്റെ മുമ്പിൽ നമ്മൾ കരയുന്നില്ല. കരയാതെ ഉള്ളിൽ കരയുന്നുണ്ട്, പുറമെ ചിരിച്ചിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കാർ വെച്ച് ജോലി ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് മനസ്സിലാവും. ഞാനും അവരൊപ്പം എൻ്റെ കൂടെ 4-5 പേര് ജോലിക്കാരുണ്ട്. ഞാനും പണിയെടുക്കുന്നുണ്ട്. അവരെക്കാട്ടും കൂടുതൽ പണിയെടുക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പെണ്ണിൻ്റെ ഒന്നും ആരെങ്കിലും മോളൊക്കെ മാലയോ കമ്മലോ വാങ്ങിച്ച് പണയം വെച്ചിട്ടാണ് നമുക്ക് അടുത്ത കൃഷിയിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ തന്നെ എന്നോട് ചോദിക്കും, എൻ്റെ കൂടെ സഹകരിക്കാൻ ചോദിക്കുന്നത് എങ്ങനെ ഇത് നീ മാനേജ് ചെയ്യുന്നത്. നമ്മൾ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമോ. നാളെ രക്ഷവും എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്യുമോ. വേറെ തൊഴിലിലേക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. അതാണ് മെയിൻ കാര്യം. നമ്മൾ ഈ കർഷകൻ്റെ വിലാപം എന്നൊക്കെ പറയാറില്ലേ, അദ്ദേഹം പറഞ്ഞതുപോലെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാര്യം ഉള്ള കൃഷി മൊത്തം സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള ആ പണം ഉപയോഗിച്ചുള്ള കൃഷി മൊത്തം പൂർണ്ണമായി നശിച്ചിരിക്കുന്നു. മറ്റൊരു സഹായം ലഭിക്കുന്നില്ല. ഇനി വേനൽ കടുത്തു കഴിഞ്ഞാൽ ഉപജീവന മാർഗ്ഗമായിട്ടുള്ള കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് പത്തനാപുരം പുനലൂർ സ്വദേശി വിജയൻ. അദ്ദേഹത്തിന് വേണ്ട സഹായം നൽകാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നു. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.